അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരണത്തിന് പ്രവാചകൻ എന്ന് പറയുന്ന വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ അനുഗമിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടപ്പെടേണ്ട, സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹിക്കേണ്ടയാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരുപക്ഷെ കുറഞ്ഞ കാലങ്ങൾക്കുള്ളിൽ ഒരു സമൂഹത്തെ ഒന്നടങ്കം സത്യത്തിലേക്ക് വഴി നടത്തുകയും തലമുറകളോളം ഒരുപാട് ജനങ്ങൾക്ക് സത്യത്തിന്റെ അഥവാ ഹിദായത്തിന്റെ നറുനിലാവട്ടം നൽകുകയും ചെയ്ത അനശ്വരമായ ജീവിതമായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ഒരുപാട് അർത്ഥതലങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതം കൊണ്ട് ലോകത്തിന് കാണിച്ച് മാതൃകയായിരിക്കുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, നാം നിങ്ങളെ അയച്ചത് ലോകത്തുള്ളവർക്കെല്ലാം അനുഗ്രഹമായിട്ടാണ്. അതുപോലെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലും കാണാം. കറുത്ത് അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുയായികളോട് പറയുകയാണ്, ഇന്നു മുതൽ നിങ്ങൾ ബിലാലിനെ സയ്യിദുനാ ബിലാൽ എന്ന് വേണം വിളിക്കാൻ. ഇതുപോലെ പരസ്യ പ്രബോധനത്തിന് മുമ്പുള്ള ചരിത്രത്തിൽ നബിയെ പറ്റി പറയുന്നുണ്ട്. ഒരു വൃദ്ധയായ സ്ത്രീ വിറകുകൾ കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട്. നബിക്ക് വേണമെങ്കിൽ അവരെ സഹായിക്കാതിരിക്കാം. ഇവിടെ നബിയുടെ കരുണയാണ് നാം കാണുന്നത്. ഇതാണ് കരുണ എന്ന് പറയുന്നത്. അല്ലാതെ നാം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആളുകളെ കാണിക്കാനുള്ളതല്ല കരുണ. മറിച്ച് നാം അള്ളാഹുവിനെ പേടിച്ച് വേണം കരുണ ചെയ്യാൻ. നാം എല്ലാവർക്കും അള്ളാഹു കരുണ ചെയ്യാനുള്ള മനസ്സ് തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.